നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി, എന്റെ യേശുവേ, എന്റെ ജീവനേ, എന്റെ ആശയേ, നീ ഒന്നു മാത്രമേ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവെക്കുന്നത് കർത്താവിന്റെ ദാസൻ ജോണി തോമസ് മീനടം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാവിലെ മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാവിലെ ദൈവവചനത്തിൽ നിന്ന് ഒരു ചിന്ത ആരാധനയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മുൻപിൽ പറയുവാൻ ഞാൻ കർത്താവിൽ താൽപര്യപ്പെടുന്നു. ആയതിലേക്ക് ഒരു വേദഭാഗം വായിച്ചു കേൾപ്പിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം ആരാധന കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമായിരിക്കണം എന്നുള്ളതാണ്. അതിന്റെ മുഖാന്തരമായിട്ട് പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ മനസ്സലിവിനെ കുറിച്ചാണ്. ദൈവത്തിന്റെ മനസ്സലിവാണ് നമ്മെ സത്യാരാധനയിലേക്ക് നടത്തത്തക്ക നിലയിലുള്ള യോഗ്യത ലഭിച്ചത്. റോമാലേഖനത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സലിവ്, നാം അത് ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഐ ബിസീച്ച് യു ദെയർഫോർ ബ്രദറൻ ബൈ ദ മേഴ്സീസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരുണ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം പറയുന്നത്, സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. നമുക്ക് അർഹതപ്പെട്ടിരുന്നത് ദൈവത്തിന്റെ ന്യായവിധിയും ശിക്ഷയുമാണ്. കരുണ എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ടത്, അവകാശപ്പെട്ടത് ദൈവം തന്നില്ല എന്നാണ് അർത്ഥം. അങ്ങനെ നമുക്ക് ന്യായവിധിയും ശിക്ഷയും നരകവുമാണ് അർഹതപ്പെട്ടിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ മനസ്സലിവ് അല്ലെങ്കിൽ കരുണയാൽ നമുക്കത് ലഭിച്ചില്ല. അതുമാത്രമല്ല, ദൈവത്തിന് നമ്മളോടുള്ള മനസ്സലിവിനെ കുറിച്ച് പിന്നെയും റോമാലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ തകർത്ത് കളഞ്ഞു. അതുമാത്രമല്ല, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. ഇവിടെയെല്ലാം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ കരുണ അഥവാ മനസ്സലിവാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ ചിന്ത അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരോട് പറയുകയാണ്, ദൈവത്തിന്റെ കരുണ എത്ര ശ്രേഷ്ഠമാണ്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നതാണ്. എന്നാൽ ദൈവം നമ്മളോട് കരുണ കാണിച്ചു, മനസ്സലിവുണ്ടായി. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ആരാധനയിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും ആരാധിപ്പാനായിട്ട് സാധിക്കുന്നത്. ആ ചിന്തയെ ചൂടുപിടിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നാം ഇവിടെ വായിക്കുന്നത് നമ്മുടെ ആരാധനയുടെ ശ്രേഷ്ഠതയാണ്. ബുദ്ധിയുള്ള ആരാധന, അതിന്റെ ശരിയായ അർത്ഥം സ്പിരിച്വൽ വർഷിപ്പ് എന്നാണ്. ആത്മീയ ആരാധന. നമുക്കറിയാം, പഴയ നിയമത്തിൽ അക്ഷരാർത്ഥത്തിൽ യാഗം അർപ്പിച്ച് വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിച്ചിരുന്നു. അറുക്കപ്പെട്ട മൃഗത്തിന്റെ ആ ശരീരം യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ച് ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ യാഗമർപ്പിച്ചുകൊണ്ടിരുന്നു.
അത് അക്ഷരാർത്ഥത്തിൽ ഒരു മൃഗം കൊല്ലപ്പെടുകയും അതിനെ യാഗപീഠത്തെങ്കിൽ ദഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ആ ആരാധന അത് ദൈവം അംഗീകരിച്ചിരുന്നു പഴയ നിയമകാലത്ത്. എന്നാൽ ആത്മീയ ആരാധന, പുതിയ നിയമസഭയുടെ ആരാധന ആത്മീയ ആരാധനയാണ്. ആത്മീയ ആരാധനയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു മൃഗത്തെ അർപ്പിച്ചല്ല നാം ആരാധിക്കുന്നത്. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യാഗങ്ങൾക്ക് പരിസമാപ്തി വരുത്തി പരിപൂർണമായ രക്ഷയും പാപമോചനവും നമുക്ക് ഒരുക്കിയതുകൊണ്ട് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ ആ യാഗം തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ യാഗമായിരുന്നു. ആ യാഗത്തെക്കുറിച്ചാണ് നമുക്ക് പൂർണ്ണമായിട്ട് പറയുവാൻ കഴിയുന്നത്. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗം. യേശു കർത്താവ് നമുക്ക് വേണ്ടി ജീവനുള്ള യാഗമായി തീർന്നു. അതായത് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അത് മരിച്ചവൻ മാത്രമല്ല, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. നമുക്ക് മഹാപുരോഹിതനായി യേശുക്രിസ്തു സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തുണ്ട്. ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ധൈര്യമായിട്ട് ചെല്ലുവാൻ, ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നാം ഇപ്പോൾ അർപ്പിക്കുന്ന ആരാധന അല്ലെങ്കിൽ യാഗം അത് ആത്മീയ യാഗമാണ്. ഈ ഭാഗത്ത് പറയുന്നത് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് അർപ്പിച്ച് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നാം ദൈവത്തിനായി സമർപ്പിക്കുക. ഒരിക്കൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ പാപത്തിന്റെ ദാസന്മാരായി നമ്മൾ സമർപ്പിച്ചവരായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്. എന്നാൽ ഇപ്പോൾ നീതിയുടെ അവയവങ്ങളായി വിശുദ്ധിക്കും നീതിക്കും വേണ്ടി നമ്മുടെ അവയവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയേണ്ടതാണ്. അതാണ് സ്പിരിച്വൽ വർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ കാലം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ ശരീരമെന്ന് പറയുമ്പോൾ കേവലം ഈ പുറമേയുള്ള ശരീരം മാത്രമല്ല, നമ്മുടെ ആളത്വവും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയേണ്ടതാണ്. നമുക്കറിയാം, കോരഹപുത്രന്മാര് 84 സങ്കീർത്തനത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിന്റെ അന്തർഗതമെന്ന് പറയുന്നത് അവിടെ ഇങ്ങനെയാണല്ലോ നാം വായിക്കുന്നത്: എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു, എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കോരഹപുത്രന്മാർ അവരുടെ ഉള്ളം കൊണ്ടും അവരുടെ ഹൃദയം കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും ജീവനുള്ള ദൈവത്തെ ഘോഷിക്കുന്ന ആരാധിക്കുന്ന അനുഭവം 84 സങ്കീർത്തനത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. നമ്മുടെ ശരീരത്തെ മാത്രമല്ല ദൈവത്തിനായി സമർപ്പിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിന് ആത്മീയയാഗം അർപ്പിച്ച് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ചില സത്യങ്ങൾ കൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ഈ റോമാലേഖനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ആ റോമാലേഖനം 15 അധ്യായം അതിന്റെ 16 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 15 അധ്യായം 15 വാക്യം മുതൽ: എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് കൃപ നൽകിയിരിക്കുന്നു. ഓർക്കുക, നമ്മുടെ ശുശ്രൂഷയും ദൈവത്തിന് സമർപ്പിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടെന്നത് ആവശ്യമുണ്ട്. നാം ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. എന്തെങ്കിലും ജഡത്തിന്റെ ചിന്തയിൽ നിന്നോ അല്ലെങ്കിൽ പേരിനോ പെരുമയ്ക്കോ അല്ല, പരിശുദ്ധാത്മ സഹായത്താൽ സുവിശേഷ ഘോഷണം അർത്ഥാൽ ആത്മീയ ശുശ്രൂഷകൾ നാം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം. അതുമാത്രമല്ല, നാം ദൈവത്തെ ആരാധിക്കുന്ന നിമിഷങ്ങളെന്ന് പറയുന്നത് എബ്രായ ലേഖനം 13 അധ്യായം 15 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ വിശദീകരിച്ചതിന് ശേഷം ലേഖനകർത്താവ് നമ്മോട് പറയുന്ന കാര്യം നമുക്കവിടെ ഇപ്രകാരമാണ് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് 13 അധ്യായം അതിന്റെ 15 വാക്യത്തിൽ, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക.
ആരാധനയിൽ ഒരു മുഖ്യ വിഷയമാണ് ദൈവത്തെ സ്തോത്രയാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അതുമാത്രമല്ല, എബ്രായ ലേഖനം 13:16 നമ്മൾ വായിക്കുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നമുക്കറിയാം, നാം ദൈവത്തിന് ഭൗതികമായ നന്മയിൽ നിന്ന് കൊടുക്കുന്നവരാണ്. അതും ദൈവം ആരാധനയായിട്ട് സ്വീകരിക്കുന്നു. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീരാത്മദേഹികളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതുമാത്രമല്ല, നമ്മുടെ ശുശ്രൂഷ പരിശുദ്ധാത്മാ നിറവിൽ നാം ചെയ്യുമ്പോൾ ആ പുരോഹിത ശുശ്രൂഷ ചെയ്ത് ശുശ്രൂഷയാൽ ദൈവനാമം മഹത്വപ്പെട്ട് ആരാധന ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. നമുക്ക് ലഭിക്കുന്ന ഭൗതിക നന്മകളിൽ കർത്താവിന്റെ മഹത്വത്തിനായി സമർപ്പിച്ച് നമുക്ക് ദൈവത്തിന് പ്രസാദകരമായ ആരാധന അർപ്പിക്കുവാൻ കഴിയും. ഇന്ന് രാവിലെ നമുക്ക് ഈ നിലയിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തിനെല്ലാം മഹത്വവും കൊടുക്കാം. നമുക്ക് മുഴുവനായിട്ടും സമർപ്പണം ചെയ്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തവനെ ആരാധിച്ച് ദൈവനാമത്തിന് സ്തോത്രം കരയേറ്റാം. ദൈവത്തിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.